ഒരു പ്ലാസ്റ്റിക് സർജൻ്റെ ആവശ്യകത എപ്പോഴൊക്കെ? ഞാനൊരു പ്ലാസ്റ്റിക് സർജൻ ആണെന്ന് പറയുമ്പോൾ സ്ഥിരമായി കേൾക്കാനുള്ള ക്വസ്റ്റ്യനാണ്, നമ്മുടെ നാട്ടിലൊക്കെ ഇതിനുള്ള ആൾക്കാരുണ്ടോ? ആളുകൾ ഇങ്ങനത്തെ സർജറികൾ ചെയ്യാറുണ്ടോ? ഇന്ന് ജൂലൈ 15 വേൾഡ് ഒന്നാകെ പ്ലാസ്റ്റിക് സർജറി ദിനമായി ആചരിക്കുകയാണ്. നമ്മുടെ നാട്ടിലുള്ള സ്ഥിരമായിട്ടുള്ള ചിന്താഗതി എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് സർജറി എന്ന് വെച്ചാൽ മുഖസൗഗന്ധ്യം കൂട്ടാനോ അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ടുകൾക്ക് ഭംഗി കൂട്ടാനോ വലിപ്പം കൂട്ടാനോ കുറക്കുവാനോ മാത്രമുള്ള ഒരു സർജറി വിഭാഗം മാത്രമാണെന്നാണ്. എന്നാൽ ചെറിയ ചെറിയ മുറിവുകൾ മുതൽ വലിയ വലിയ ആക്സിഡൻറ്റുകൾ വരെ ട്രീറ്റ് ചെയ്യുന്ന ഒരു സർജറിയുടെ ഭാഗമാണ് പ്ലാസ്റ്റിക് സർജറി. ദിവസേന 2 പ്ലാസ്റ്റിക് സർജന്മാർ സ്ഥിരമായി ഇവിടെ ഈ ഹോസ്പിറ്റലിൽ സർജറികൾ ചെയ്തു വരുന്നുണ്ട്. കുട്ടികൾ വീഴുമുണ്ടാകുന്ന മുറികൾ മുതൽ ആക്സിഡൻറ്റുകൾ സംഭവിച്ച് കൈയുടെ പത്തി കട്ടായി പോകുന്നത്, കാലുകൾക്ക് വലിയ വലിയ ഇഞ്ചുറികൾ ഉണ്ടാകുന്നത് എല്ലാം ഞങ്ങളിവിടെ ട്രീറ്റ് ചെയ്യാറുണ്ട്. ഒരു മികച്ച ട്രോമ കെയർ യൂണിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് പ്ലാസ്റ്റിക് സർജറി. അതുപോലെ പ്ലാസ്റ്റിക് സർജറി സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള ശാഖ കൂടിയാണ്. മുടി മുതൽ താഴെ വരെ നോക്കുകയാണെങ്കിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ്, കണ്ണിൻ്റെ പോളകളുടെ ലാക്സിറ്റി കുറക്കാൻ വേണ്ടി ബ്ലിഫ്രോപ്ലാസ്റ്റി, മൂക്കിൻ്റെ ഭംഗി കൂട്ടാനോ മൂക്കിൻ്റെ ഫങ്ഷൻ കൂട്ടാനോ റൈനോപ്ലാസ്റ്റി, ചുണ്ടുകളുടെ തടി കൂടുതലാണെങ്കിൽ അത് കുറക്കാൻ ചീഡിയോപ്ലാസ്റ്റി, ഡബിൾ ചിന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെവിയുടെ ഷേപ്പ് റെഡിയാക്കാൻ വേണ്ടി ഓട്ടോപ്ലാസ്റ്റി, ചെസ്റ്റിലുള്ള ആണുങ്ങളുടെ ചെസ്റ്റ് വലുതായി വരുന്ന കണ്ടീഷനിൽ ഫീമെയിൽ പോലെ വലുതായി വരുന്ന കണ്ടീഷനിൽ ഗൈനക്കോമാസ്റ്റിയ കറക്ഷൻ, ലൈപ്പോസെക്ഷൻ ചെയ്യാം. അല്ലെങ്കിൽ ലേഡീസിന് ബ്രസ്റ്റിൻ്റെ വലിപ്പം കൂട്ടാനോ കുറക്കുവാനോ വേണ്ടിയിട്ട് ബ്രസ്റ്റ് ഓഗ്മെൻറ്റേഷൻ, ബ്രസ്റ്റ് റിഡക്ഷൻ മുതലായ സർജറികളുണ്ട്. അതുപോലെ പ്രസവത്തിന് ശേഷം വയറ് ചാടുകയാണെങ്കിൽ അതിന് അബ്ഡോമിനോപ്ലാസ്റ്റി ചെയ്യാം. അതുപോലെ തന്നെ ശരീരത്തിന് 6 പാക്ക് ഉണ്ടാക്കാൻ ലൈപ്പോസെക്ഷൻ ചെയ്യാം. അതുപോലെ തന്നെ കയ്യിൽ ലാക്സായ സ്കിൻ ഉണ്ടെങ്കിൽ അതിന് ബ്രാക്കിയോപ്ലാസ്റ്റി പറയും. തൊടയുടെ വലിപ്പം കുറയ്ക്കാൻ വേണ്ടി അതിനെ തൈപ്ലാസ്റ്റി എന്ന് പറയും. കൂടാതെ കാഫ് മസിൽ വലുതാക്കാൻ വേണ്ടി നമുക്ക് ഇംപ്ലാന്റ് വെക്കാം. അങ്ങനെ 1000ഓളം കോംപ്ലിക്കേറ്റഡായ പ്രൊസീജിയേഴ്സ് പ്ലാസ്റ്റിക് സർജറിയിലുണ്ട്. സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന സർജറികൾ ഒഴിവാക്കി നിർത്തിയാൽ വളരെയധികം കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ വളരെ ദുസ്സഹമായ കണ്ടീഷനുകൾ, അതായത് അസുഖങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്ന രോഗികൾക്കും പ്ലാസ്റ്റിക് സർജറി മൂലം ആശ്വാസമേകാൻ പറ്റും. ഉദാഹരണത്തിന് മന്ത്, അല്ലെങ്കിൽ വളരെയധികം എക്സ്റ്റെൻസീവായിട്ട് പൊള്ളലേറ്റ് കഴുത്ത്, കൈ മുതലായി ഒട്ടിപ്പിടിച്ച് വിരലുകളുടെ അതിൻ്റെ ആകൃതികൾ മാറിയ ആളുകൾക്ക് അതിന് ഒരു പരിധിവരെ മാറ്റങ്ങൾ വരുത്താൻ പ്ലാസ്റ്റിക് സർജറി കൊണ്ട് പറ്റും. കൂടാതെ ഡയാലിസിസ് രോഗികൾക്ക് ആശ്വാസമേകുന്നതിനുള്ള AV ഫിസ്റ്റുല സർജറി മുതൽ വളരെ ചെറിയ ചെറിയ രക്തക്കലുകൾക്ക് സർജറി വെച്ച് കൂട്ടിച്ചേർത്ത് കാലിലെയും കൈയിലെയുമുള്ള മുറിവുകൾക്ക് ട്രീറ്റ്മെൻറ്റ് നൽകുന്ന ഫ്രീ ഫ്ലാപ്പ് സർജറി അടക്കം എല്ലാം പ്ലാസ്റ്റിക് സർജറിയുടെ ഭാഗമാണ്.